കേരളത്തിലെ പുതിയ ജനറേഷനൊക്കെ പുറത്തൊക്കെ പോയി പഠിക്കുന്നതുകൊണ്ട് തന്നെയും കേരളം ഒരു ഓൾഡ് ഏജ് ഹോം ആകുന്നു എന്നുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ തന്നെ വായിച്ചിട്ടുള്ളതാണ്. ഒരു പക്ഷേ കുറേയൊക്കെ അത് സത്യമുള്ള കാര്യമാണ്. കാരണം ഈ പറഞ്ഞാൽ പുതിയ ജനറേഷൻ പലരും പുറത്താണ് ജോലിക്കും പഠിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ കേരളത്തിൽ വീടുകളിലൊക്കെ കൂടുതലും പ്രായമുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് തന്നെയായാലും നമ്മുടെ വീട് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3 സെക്യൂരിറ്റി ക്യാമറകളാണ് ഞാനിന്ന് നിങ്ങളെ ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടുന്നത്. അതായത് നമുക്ക് ഈ 3 ക്യാമറകൾ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീടിനെ കൃത്യമായി നിരീക്ഷിക്കാനും വീട് സുരക്ഷിതമാക്കാനും സാധിക്കും. ഇനി നമ്മൾ പുറത്തല്ല, നമ്മുടെ വീടിനുള്ളിൽ തന്നെ ആണെങ്കിൽ പോലും നമ്മുടെ വീടും പരിസരവും എല്ലാം കൃത്യമായി ഈ 3 ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് സെക്യൂർ ആക്കാൻ സാധിക്കും. ഈ 3 ക്യാമറകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എയർടെൽ എന്ന് പറയുന്ന ഫേമസ് ബ്രാൻഡിൻ്റെതായിട്ടുള്ള 3 ക്യാമറകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എയർടെലിൻ്റെ എക്സൈഫ് എന്ന് പറയുന്ന പ്ലാൻ പ്രകാരം എയർടെൽ പുറത്തിറക്കിയിരിക്കുന്ന 3 ക്യാമറകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് എയർടെലിൻ്റെ ആക്റ്റീവ് ഡിഫൻസ് പ്രോ എന്ന പേരുള്ള ക്യാമറയാണ്. അപ്പോൾ ഇതൊരു ഔട്ട്ഡോർ ക്യാമറയാണ്. ഈ ഒരു ക്യാമറയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ 2 ആൻറ്റിനയൊക്കെ കാണാം. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ വീടിന് പുറത്ത് വെച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ്. ഇത് വീടിൻ്റെ പുറത്ത് വയ്ക്കുന്ന ഒരു ഔട്ട്ഡോർ ക്യാമറ ആയതുകൊണ്ട് തന്നെയും IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു ഔട്ട്ഡോർ ക്യാമറയാണ്. എന്നാൽ പിന്നീടുള്ള അടുത്ത ക്യാമറ എന്ന് പറയുന്നത് എയർടെലിൻ്റെ 360 ഡിഗ്രി ക്യാം ആണ്. ഇതിൻ്റെ പ്രത്യേകത ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് 360 ഡിഗ്രിയിൽ ഈ ഒരു ക്യാമറ ഇരിക്കുന്ന ആ ഭാഗത്തെ മുഴുവൻ ദൃശ്യങ്ങളെയും നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത. ഇതൊരു ഇൻഡോർ ക്യാമറയാണ്. അതുപോലെ തന്നെ ഇനി ഒരു ചെറിയ കുഞ്ഞൻ ക്യാമറ കൂടിയുണ്ട്, എയർടെലിൻ്റെ സ്റ്റിക്കി ക്യാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ക്യാമറ. അപ്പോൾ ഇതൊക്കെ വളരെ കുഞ്ഞ് സൈസാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും മാഗ്നറ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൗണ്ട് ഒക്കെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതും ഇൻഡോർ ക്യാമറയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കണ്ട 3 ക്യാമറകളിൽ ഇത് മാത്രമാണ് ഔട്ട്ഡോർ ക്യാമറ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിന് IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഇൻഡോർ ക്യാമറകളായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 ക്യാമറകളുടെ പ്രത്യേകതകളെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ആക്റ്റീവ് ഡിഫൻസ് പ്രോ എന്ന് പറയുന്ന ക്യാമറ നമുക്ക് നോക്കാം. ബിൽഡ് ക്വാളിറ്റി കുറച്ച് അപാരമാണ് ഇതിൻ്റെതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ആയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ മഴയൊക്കെ നനയാനും പൊടി അടിക്കാനും വെള്ളം തട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയും കുറച്ച് നല്ലൊരു ബിൽഡിലാണ് ഇവർ ഈ ഒരു ക്യാമറ തയ്യാറാക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ എയർടെലിൻ്റെ ആ ഒരു ലോഗോ അവർ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്കിത് ഈ ഒരു ഭാഗം നമുക്ക് വോളിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ആ ഒരു ആംഗിളിൽ ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടിൽറ്റ് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ക്യാമറ പ്ലേസ് ചെയ്യാൻ സാധിക്കും ചെയ്യും. ഈ ഒരു ക്യാമറയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ലൈവായിട്ടുള്ള വ്യൂ ഫുൾ ടൈം നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇതിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നാട്ടിലെ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് ഈ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും അവിടെ ഇരുന്ന് നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്യാമറയിലെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അത് ആൻഡ്രോയിഡ് ഫോൺ ആയാലും ഈ പറഞ്ഞ ഐഫോൺ ആയാലും നമുക്ക് അതിനകത്ത് ഇതിൻ്റെ എയർടെലിൻ്റെ എക്സൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം ഏതായാലും ശരി അതിനകത്തെല്ലാം നമുക്ക് ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും അതിൽ ഉപയോഗിക്കാമെന്നുള്ളതും പ്രത്യേകതയാണ്. മാത്രമല്ല ഇതിനകത്ത് 2-വേ ടോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ക്യാമറയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്നു, നമ്മൾ പുറത്തിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു കൊറിയർ തരുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും നമുക്ക് ഈ ക്യാമറ വഴി അദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹം പറയുന്നത് നമുക്ക് തിരിച്ച് കേൾക്കാനും സാധിക്കും. അപ്പോൾ ഒരു 2-വേ ടോക്ക് സംവിധാനം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. പ്രോ എന്ന് പറയുന്ന ക്യാമറയിലൂടെ നമ്മൾ 2-വേ ടോക്കിംഗ് വഴി സംസാരിക്കുമ്പോൾ ആ ക്യാമറയിൽ നമ്മുടെ സൗണ്ട് ഈ ഒരു രീതിയിലായിരിക്കും കേൾക്കുന്നത്. സാധാരണ സെക്യൂരിറ്റി ക്യാമറകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഇന്റലിജന്റ് നൈറ്റ് മോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം സാധാരണ സെക്യൂരിറ്റി ക്യാമറകൾ രാത്രി കാലങ്ങളാവുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് മാറും വെട്ടം കുറവുള്ള സമയങ്ങളിൽ. എന്നാൽ അത്തരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് മാറുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഈ ക്യാമറയിൽ ഇവിടെ ഇതുപോലെ LED ലൈറ്റുകളുണ്ട്. ആ ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ പോലും കളറിൽ നമുക്ക് വിഷ്വലുകൾ കാണാം എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. 30 മീറ്റർ വരെയുള്ള ദൂരമുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ അത്തരത്തിൽ കളറിൽ കാണാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലില്ല, ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാർ രാത്രി കാലങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്നിരിക്കട്ടെ, ഈ ക്യാമറ വഴി നമുക്ക് ഇപ്പോൾ ഈ കേൾക്കുന്നത് പോലെ അലാം അടിപ്പിക്കാനും ഇതിനകത്തുനിന്നുള്ള ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ചെയ്യിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വീട്ടിലേക്ക് രാത്രി കാലങ്ങളിലാണ് എത്തിക്കഴിഞ്ഞാൽ പോലും അവരെ ഒന്ന് പെട്ടെന്ന് ഈ ഒരു ക്യാമറ വഴി ഒരു അലാം നൽകിക്കൊണ്ട് അവരെ ആ ഒരു ഭാഗത്ത് നിന്ന് ഒഴിവാക്കുന്നതിന് സാധിക്കും. ഇപ്പം വല്ല മൃഗങ്ങളൊക്കെ വീട്ടിൽ കയറും, നായകളൊക്കെ വീട്ടിനകത്ത് ചിലപ്പോൾ മതിലൊക്കെ ചാടിക്കയറാനുള്ള സാധ്യതയുണ്ട്.
അതൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ കാണാനും ഈ പറഞ്ഞതിൻ്റെ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യുകയും അലവടിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഓടിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ള സംവിധാനം കൂടി ഈ ഒരു ക്യാമറയിൽ എയർടെൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഫുൾ HD റെസൊല്യൂഷനുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ഒരു ക്യാമറ വെച്ചിരുന്നാൽ അതിനകത്ത് പേഴ്സൺ ഡിറ്റക്ഷൻ മോഡ് നൽകിയിട്ടുണ്ട്. അതായത് ഈ ക്യാമറ വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു നമ്മളുടെ വീടിൻ്റെ മുന്നിലെ റോഡിലേക്കാണ് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആരെങ്കിലും നടന്നു പോകുമ്പോൾ ഒരു വ്യക്തി ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ കൃത്യമായിട്ട് ഒരു പേഴ്സൺ അതിൻ്റെ മുന്നിൽ വന്നു എന്ന് ഡിറ്റക്ട് ചെയ്തുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷനും ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വ്യക്തി അല്ലാതെ ഇപ്പോൾ ഒരു വാഹനങ്ങൾ അങ്ങനെ വരികയാണ്, അത്തരമുള്ള ചലനങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കാനും ഈ ഒരു ക്യാമറയ്ക്ക് സാധിക്കും. മാത്രമല്ല ഈ ക്യാമറയുടെ ഇതിനകത്ത് നിന്നുള്ള ഔട്ട് നമുക്ക് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഒരു ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് അനധികൃതമായിട്ട് വന്നിട്ട് ഈ ക്യാമറ ഊരിക്കൊണ്ട് പോയാൽ സാധാരണ മെമ്മറി കാർഡ് കിട്ടി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ ലോസ് ആകും. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലൗഡിലേക്ക് സ്റ്റോറേജ് വരുന്നത് കൊണ്ട് തന്നെയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാമറ നഷ്ടപ്പെട്ടാലും അതിനകത്ത് നിന്ന് റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് കൃത്യമായിട്ട് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തത് ഈ ഒരു സ്റ്റിക്കി ക്യാമറയാണ്. ഈ കണ്ട 3 ക്യാമറകളിലെ ഏറ്റവും ചെറിയ ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്കി ക്യാമറയാണെന്ന് വേണം പറയാൻ. വളരെ കോമ്പാക്ട് സൈസാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കാണാൻ നല്ല ക്യൂട്ടാണ്. ഈ ഒരു രീതിയിൽ നമുക്കിതുപോലെ എവിടെയെങ്കിലും മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും രീതിയിലാണ് നമുക്കിതിനെ കണ്ടില്ലേ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്കിതിനെ ടിൽറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ വെച്ചാൽ ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കും. ഇത് നമുക്ക് ആപ്പ് വഴി ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഫുൾ ടൈം സർവൈലൻസ് നടക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഡോർ ക്യാമറയാണ്. ഇതിനകത്ത് ഇവിടെ എയർടെൽ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഇത്തരത്തിൽ മൈക്രോ USB ചാർജിങ് കേബിൾ കൊടുക്കുന്ന പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റീസെറ്റ് ബട്ടൺ, അതുപോലെ മൈക്രോ SD കാർഡ് ഇടാനുള്ളൊരു പോർഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഗുണമെന്ന് പറയുന്നത് ഇതിനകത്തും ലൈവ് വ്യൂ നമുക്ക് ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് വഴി കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡോറിലാണെന്ന് പറഞ്ഞു. വീടുകളിലൊക്കെ ഏതെങ്കിലും റൂമിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മോണിറ്റർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാം റൂമിന് അകത്ത്. മാത്രമല്ല 12 മീറ്റർ വരെ നൈറ്റ് വിഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. രാത്രി കാലങ്ങളായാൽ പോലും 12 മീറ്റർ ദൂരം വരെയുള്ള വിഷ്വലുകളും നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ക്യാമറ വഴി കാണാം. ഇതിന്റെ ക്യാമറ എന്ന് പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ക്യാമറയാണ്. 130 ഡിഗ്രി വരെയുള്ള വൈഡ് വ്യൂ നമുക്ക് ഈ ഒരു ക്യാമറ വഴി ലഭിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പേഴ്സൺ ഡിറ്റക്ഷനും മോഷൻ ഡിറ്റക്ഷനും ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം നേരത്തെ പറഞ്ഞാൽ ഈ ക്യാമറയുടെ വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷൻ സംഭവിക്കുകയോ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതിന്റെ കമ്പാനിയൻ ആപ്പിലേക്ക് എത്തും. ഈ ഒരു ക്യാമറയുടെ ബാക്കിൽ ഇവിടെ സ്പീക്കർ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്പീക്കർ ഉള്ളത് കൊണ്ട് തന്നെയും ഇതിനകത്ത് 2-way കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. നമുക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുമായിട്ട് ഇതിന്റെ കമ്പാനിയൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും. 2-way ടോക്കിംഗ് പ്രകാരം സ്റ്റിക്കി ക്യാമറയിലൂടെ നമ്മൾ കേൾക്കുന്ന സൗണ്ടിന്റെ ഒരു ഔട്ട്പുട്ട് ഈ ഒരു രീതിയിലായിരിക്കും. ഈ ഒരു ക്യാമറയ്ക്കും ഫുൾ HD റെസൊല്യൂഷനുള്ള വീഡിയോകളാണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഇതിനകത്തും ക്ലൗഡ് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് ക്യാമറ നഷ്ടപ്പെട്ടാലും അത് റെക്കോർഡ് ചെയ്യുന്ന വിഷ്വലുകൾ നമുക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളത് വലിയ കാര്യം. അടുത്ത മൂന്നാമത്തെ ഇവരുടെ ക്യാമറ എന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറയാണ്. ഇതിന്റെ ഒരു കമ്പാനിയൻ ആപ്പ് വഴി ഈ ഒരു ക്യാമറ ഉണ്ടല്ലേ ഇത്തരത്തിൽ 360 ഡിഗ്രിയിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഉള്ള ആ ചുറ്റുമുള്ള മൊത്തം സൈഡിലുള്ള മുകളിലും താഴെയും ലെഫ്റ്റ് ടു റൈറ്റ് കംപ്ലീറ്റ് 360 ഡിഗ്രിയിൽ നമുക്ക് ഈ ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭാഗത്തെ മുഴുവൻ വിഷ്വലുകളും കാണാമെന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത. അത് തന്നെയാണ് ആ ക്യാമറയുടെ പേരിനകത്തും സൂചിപ്പിച്ചിരിക്കുന്നത് 360 ക്യാം എന്ന്. ഇതിനകത്ത് ഷൂട്ട് ചെയ്യുന്ന വിഷ്വലുകളും നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് 2 ക്യാമറകളിലും കണ്ടതുപോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷനുള്ള വീഡിയോകളാണ് ലഭിക്കുന്നത്. 10 മീറ്റർ വരെയുള്ള നൈറ്റ് വിഷൻ ആണ് ഇതിനകത്ത് ലഭിക്കുന്നത്. രാത്രി ഒട്ടും വെട്ടമില്ലെങ്കിൽ പോലും 10 മീറ്റർ ദൂരമുള്ള വിഷ്വലുകൾ ഇതിനകത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പേഴ്സൺ ഡിറ്റക്ഷൻ, മോഷൻ ഡിറ്റക്ഷൻ, അതുപോലെ 2-way കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ക്യാമറയിലും നൽകിയിട്ടുണ്ട്. ഈ 3 ക്യാമറകളിൽ നിന്നുള്ള വിഷ്വലുകളും നേരത്തെ പറഞ്ഞ പോലെ ക്ലൗഡ് സ്റ്റോറേജ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റ നഷ്ടപ്പെടില്ല നമുക്ക്. മാത്രമല്ല ഈ ഒരു ക്യാമറയ്ക്ക് സ്മാർട്ട് ട്രാക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്. അതായത് ഈ ക്യാമറയിൽ നിന്നുള്ള വ്യൂ ഇതിന്റെ കമ്പാനിയൻ ആപ്പ് വഴി എടുത്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ ആളിനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ആപ്പ് വഴി നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഒരാളെ മാത്രം നമ്മളിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ട് മൂവ് ചെയ്താലും ആ ഒരു വ്യക്തിയെ മാത്രം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ക്യാമറ അയാൾ പോകുന്നതനുസരിച്ച് കൃത്യമായിട്ട് 360 ഡിഗ്രിയിൽ മൂവ് ചെയ്തുകൊണ്ട് അയാളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും ഈ ഒരു ക്യാമറ സാധിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പൊടി കൊച്ചുങ്ങളെയൊക്കെ വീട്ടിൽ ആക്കിയിട്ടൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ റൂമിനകത്ത് വയ്ക്കാൻ ഒരു ക്യാമറയാണിത്. കുഞ്ഞുങ്ങളെ ട്രാക്ക് ചെയ്യാൻ ആ ഒരു കുഞ്ഞിനെ മാത്രം നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞ് എങ്ങോട്ടൊക്കെ മാറുന്നോ അവിടേക്കെല്ലാം ക്യാമറ തിരിഞ്ഞുകൊണ്ട് നമ്മെ കാണിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ
ഒരു ക്യാമറ വേണമെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് ഇതുപോലെ മൗണ്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ സീലിംഗ് ഏരിയകളിലൊക്കെ വേണമെങ്കിൽ ഇതിനോടൊപ്പം വരുന്ന വോൾ മൗണ്ട് അനുസരിച്ച് അതിൻ്റെ സ്ക്രൂ എല്ലാം ചെയ്തുകൊണ്ട് സീലിംഗിലൊക്കെ തന്നെ ഫിക്സ് ചെയ്യാനും സാധിക്കും. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡോർ ക്യാമറയാണ്. ഈ 3 ക്യാമറകളും നമുക്ക് വീടുകളിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കണമെങ്കിൽ ഈ എയർടെലിൻ്റെ എക്സൈഫ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്യാമറകളെല്ലാം ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ നൽകിക്കൊണ്ട് നമുക്ക് ഈ ക്യാമറകളെ നമുക്ക് എക്സൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ 3 ക്യാമറകളും ഈ ഒരു കമ്പാനിയൻ ആപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 3 ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകളും ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ ക്യാമറ വ്യൂയിലേക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. മൊത്തം ഇപ്പം 3 ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകളാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഫുൾ സ്ക്രീനിൽ നമുക്ക് വിഷ്വലുകൾ 3 ക്യാമറയിൽ നിന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ക്യാമറ വ്യൂവിൽ നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ, അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ നമുക്ക് ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോകൾ ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ 360 ഡിഗ്രിയിൽ ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന 4 ടോഗിളുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് 360 ക്യാമറയുടെ വ്യൂ ആണ് ഞാൻ കാണിച്ചത്. അതുപോലെ നമുക്ക് 2-വേ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇവിടെ മൈക്ക് ഓൺ ചെയ്യാനും, ഹലോ കേട്ടില്ലേ, ഹലോ അതുപോലെ തന്നെ സ്പീക്കർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനും. ഇനി ഈ ക്യാമറ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണമെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതല്ലെങ്കിൽ എയർടെൽ താങ്ക്സ് എന്ന് പറയുന്ന ആപ്പിൽ കയറി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് എയർടെലിൻ്റെ ടെക്നീഷ്യൻസ് നമ്മുടെ വീട്ടിൽ വന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. ഈ ഓരോ ക്യാമറകളും നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ക്യാമറയിൽ കണ്ടില്ലേ ഓരോ മോഷൻസ് ഡിറ്റക്റ്റ് ആയതാണ് ഇവിടെ കാണിക്കുന്നത്. ഓരോ ഇവന്റുകളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ ആരെങ്കിലും വരികയോ നടക്കുകയോ മോഷനൊക്കെ വരികയാണെങ്കിൽ അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് ഓരോ ഇവന്റുകളായിട്ട് കാണിക്കുന്നുണ്ട്. ഈ 3 ക്യാമറകളുടെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ 3 ക്യാമറകൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയത് ഈ ഒരു 360 ക്യാമറയാണ്. കാരണം കാണാൻ തന്നെ ഒരു റോബോട്ടിക് ലുക്കൊക്കെയാണ് ഇതിന്, ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് ഈ പറഞ്ഞ പോലെ ഇവൻ ഇരിക്കുന്നതിന് ചുറ്റുമുള്ള 360 ഡിഗ്രി ആംഗിളിലും നമുക്ക് ഇതിൽ നിന്നുള്ള വിഷ്വലുകൾ കാണാമെന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടത്. ഈ ക്യാമറകൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ എയർടെലിൻ്റെ സ്റ്റോറുകളിൽ ചെന്നാൽ നമുക്ക് എയർടെൽ എക്സൈഫ് ക്യാമറകൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം. അതല്ലെങ്കിൽ എയർടെലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് അവിടെ നിന്നും എയർടെൽ എക്സൈഫ് സെക്യൂരിറ്റി ക്യാമറകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ ക്ലൗഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് എയർടെലിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അതായത് ഇപ്പോൾ നിലവിൽ നിങ്ങളൊരു എയർടെൽ യൂസർ ആണെങ്കിൽ മന്ത്ലി വെറും 199 രൂപയ്ക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നുള്ള ഡേറ്റാസ് ഈ പറഞ്ഞ പോലെ സെക്യൂർ ആയിരിക്കും. നിങ്ങളുടെ പുറത്തൊക്കെ വെച്ചിരിക്കുന്ന ക്യാമറ നിങ്ങളുടെ നിന്ന് ഇൻ കേസ് നഷ്ടപ്പെട്ടു പോയാൽ പോലും, ആരെങ്കിലും അത് ഊരിക്കൊണ്ട് പോയാൽ പോലും അതിലെ ഡേറ്റ എങ്ങും പോകുന്നില്ല. ക്ലൗഡ് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജിൻ്റെ വലിയ ഗുണം. അത്തരത്തിൽ ഇതിൻ്റെ ക്ലൗഡ് സബ്സ്ക്രിപ്ഷനും ഇതിൻ്റെ കൂടുതൽ ഫീച്ചറുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു എയർടെൽ കസ്റ്റമർ ആണെങ്കിൽ പ്രതിമാസം 199 രൂപ മാത്രം ചിലവാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനോ വേണ്ടുന്ന ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്.